പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 8-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ പുതുമാസത്തിൻ്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് കർത്താവ് നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ സന്തോഷത്തോടും സൗഖ്യത്തോടും ആയുരാരോഗ്യ കൃപകളോടും ആയിരിക്കാനും കർത്താവിനെ സേവിപ്പാനും സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. The first epistle of Peter chapter 5 verse 7 നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ക്രൈസ്തവ ലോകത്ത് ഇതുപോലെ അറിയപ്പെടുന്നതും ദൈവമക്കൾ ഉപയോഗിക്കുന്നതും പരസ്പരം ബലപ്പെടുത്തുവാനായി പങ്കുവെക്കുന്നതുമായ മറ്റൊരു വാക്യം ഇല്ല എന്ന് തന്നെ പറയാം. അഥവാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം സന്ദർഭങ്ങളിൽ നമ്മെ ഉറപ്പിക്കുകയും ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും വിശ്വാസത്തിൽ നിലനിർത്തുകയും ചെയ്ത ധന്യമായ ഒരു വാക്യമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നതാകയാൽ. ഈ വാക്യം കേൾക്കാനൊരു ഇമ്പവും നമ്മുടെ സാഹചര്യത്തിനൊരു സപ്പോർട്ടും എന്ന് മാത്രം കരുതരുത്. ആ വാക്യത്തിൻ്റെ അന്തസത്ത നാം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നാം ഭാരപ്പെടരുത്, ചിന്തിക്കരുത്, വിഷമിക്കരുത് എന്ന് പറയാനുള്ള കാരണം, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കരുതുവാൻ ഉള്ളതിനാൽ ഞാനും നിങ്ങളും ഭാരപ്പെടരുത്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ പല പ്രാവശ്യം ആവർത്തിച്ചുദ്ധരിച്ച ഈ വാക്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊണ്ടിട്ടാണോ നാം പ്രാർത്ഥിക്കുകയും ബലപ്പെടുത്തുകയും ബലപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നത്? ഓർക്കണം, എൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ, നടത്തിത്തരുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം വേണ്ടവണ്ണം കരുതുന്നത് കൊണ്ട് എൻ്റെ സകല ചിന്താകുലം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്നിൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ ആൺമക്കളുടെ പ്രശ്നം, പെൺമക്കളുടെ പ്രശ്നം, രോഗത്തിൻ്റെ പ്രശ്നം, കുടുംബത്തിൻ്റെ പ്രശ്നം, വിദേശ യാത്രകളുടെ പ്രശ്നം, നിയമക്കുരുക്കുകളുടെ പ്രശ്നം, ആത്മീയ ജീവിതത്തിൽ നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രതിസന്ധികളുടെ പ്രശ്നം എന്നു വേണ്ട എന്തൊക്കെ നാം ആഡ് ചെയ്താൽ അവയൊന്നും കുറവാകുകയില്ല. ഒരു വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ സകല ചിന്താകുലങ്ങളും അപ്പൻ്റെ മേളിൽ അങ്ങ് ഇടുക. കാരണം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ഇങ്ങനെ ആര് പറയും? രാഷ്ട്രീയ നേതാക്കന്മാരോ, ഞാനും നിങ്ങളും പോകുന്ന സഭാ നേതാക്കന്മാരോ, നമ്മൾ വിശ്വസിക്കുന്ന പ്രത്യയ ശാസ്ത്രങ്ങളോ, നമ്മുടെ മക്കളോ, നമ്മുടെ മാതാപിതാക്കളോ, സഹോദരങ്ങളോ, കൂട്ടുകാരോ, ആര്? എല്ലാവരും അവരവരുടെ കാര്യം വരുമ്പോൾ, അവർക്ക് നോവുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ, മാനസിക സംഘർഷം വരുമ്പോൾ, അല്ല എനിക്ക് എൻ്റെ സ്വസ്ഥതയ്ക്ക്, എൻ്റെ നിലനിൽപ്പിന് ഒരു ചെറിയ പ്രയാസം വരുന്നു എന്ന് തോന്നുമ്പോൾ എല്ലാവരെയും ഇട്ടേച്ച് മാറിക്കളയും. എന്നാൽ ഇന്ന് വാഗ്ദത്ത വചനം നമുക്ക് വ്യക്തമായി ഉറപ്പ് തരുന്നു: നമ്മുടെ സകല ചിന്താകുലകളും തമ്പുരാന്റെ പക്കൽ ഇട്ടുകൊള്ളുക. കാരണം അവിടുന്ന് എന്നെയും നിങ്ങളെയും കരുതുവാൻ മതിയായവനാണ്, വിശ്വസ്തനാണ്.
ഈ ശനിയാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് വലുത് തന്നെയാണ്. മറ്റൊരാൾ കേൾക്കുമ്പോൾ അത് ലഘുവായും നമ്മെ കളിയാക്കാനും ഉപയോഗിച്ചു എന്ന് വന്നേക്കാം. പക്ഷെ നമുക്കത് വലിയ പ്രശ്നമാണ്. നമ്മുടെ വലിയ പ്രശ്നമോ ചെറിയ പ്രശ്നമോ എന്തുമായിക്കൊള്ളട്ടെ, അത് വളരെ വിശ്വാസത്തോടെ കർത്താവിൻ്റെ പാദാന്തികെ ഇന്ന് സമർപ്പിക്കാം. കാരണം നമ്മളെ കരുതുവാനും കാക്കുവാനും ഉയരത്തിൽ ഒരാൾ ഉണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നാം ഭാരപ്പെടേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യത്തോടു കൂടി ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന് വിരാമം കുറിക്കട്ടെ. താങ്കൾ ഏത് സഭയിലെ അംഗമായിക്കൊള്ളട്ടെ, ഏത് വിശ്വാസ പ്രമാണങ്ങൾ പിൻപറ്റുന്നവരുമായിക്കൊള്ളട്ടെ, ധാരാളം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കൂട്ടായ്മ കൂടുകയും ആരാധനയിൽ സംബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഊർജമാണ്, ആത്മീയ സന്തോഷമാണ്, ഇവയൊക്കെ ഉണ്ട്. പക്ഷേ പ്രാർത്ഥന കഴിഞ്ഞും ഭാരം നിങ്ങളെ അലട്ടുന്നുണ്ടോ? ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന സകല പ്രശ്നങ്ങളും ശക്തമായ ആരാധനയും പ്രാർത്ഥനയും കയ്യടിയും അന്യഭാഷയും പ്രവചനപരങ്ങളും ഡ്രം അടിച്ചുള്ള പാട്ടും പ്രൈസ് ആൻഡ് വർഷിപ്പും എന്ന് വേണ്ട ഒരു ആത്മീയ ക്രിസ്തീയ ജീവിതത്തിൽ പങ്കുചേരാവുന്നത് മുഴുവനും കഴിഞ്ഞിട്ടും മുൻപിലത്തെ പ്രശ്നങ്ങൾ നിങ്ങളെ പിന്തുടരുന്നുവെങ്കിൽ ഐ എം വെരി സോറി ടു സേ ദാറ്റ് നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ വിഷയങ്ങൾ പൂർണ്ണമായും ഏൽപ്പിച്ചിട്ടില്ല. ഇപ്പോഴും അത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മുടെ കരങ്ങളിൽ വിഷയങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ദുഃഖിക്കുവാനും കരയുവാനും വിഷമിക്കുവാനും നിരാശപ്പെടുവാനും മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ. എന്നാൽ നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പ്രത്യാശയോടെ, സന്തോഷത്തോടെ, ആത്മധൈര്യത്തോടെ മുഴുവൻ ഭാരവും ഇറക്കി വെച്ചു എന്നുള്ള പരിപൂർണ ബോധ്യത്തോടെ ഫ്രീ ആയി സ്വസ്ഥമായി നിങ്ങൾ നിങ്ങളുടെ കാര്യാദികളിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ ഉറപ്പിക്കുക, അതെ, നിങ്ങളുടെ പ്രശ്നം കൊടുക്കേണ്ടവൻ്റെ കൊടുത്തു. നിങ്ങളിപ്പോൾ ഫ്രീ ആയി. കാരണം നമ്മുടെ ഭാരം ഏറ്റെടുക്കുവാൻ ഒരാൾ തയ്യാറാണ്. ആ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ ചോദ്യം ആവർത്തിക്കട്ടെ, എന്നെ കേൾക്കുന്ന ആത്മീയ ദൈവജനമേ, നിങ്ങളുടെ പ്രാർത്ഥനയും ആരാധനയും കൂട്ടായ്മയും കർത്തൃമേശയും എല്ലാവിധ ശുശ്രൂഷകളും കഴിഞ്ഞിട്ടും നിങ്ങളുടെ പഴയ ഭാരം അതുപോലെ നിങ്ങളെ അലട്ടുന്നു, നിങ്ങളെ പിന്തുടരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ശരിയല്ല. നിങ്ങൾ കർത്താവിൻ്റെ പക്കൽ ഭാരം ഏൽപ്പിച്ചിട്ടില്ല, നിങ്ങൾ തന്നെ ചുമ്മുകയാണ്. നമുക്കതിനോട് വിരാമം പറയാം, വിട പറയാം. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് എൻ്റെ അപ്പൻ എന്നെ കരുതിക്കൊള്ളും, എന്നെ നോക്കിക്കൊള്ളും. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും, അത് സ്വദേശത്തെയും വിദേശത്തെയും, സ്വകാര്യമാണേലും കൊള്ളാം, പരകാര്യമാണേലും കൊള്ളാം, രഹസ്യമാണേലും കൊള്ളാം, പരസ്യമാണേലും കൊള്ളാം, വ്യക്തിപരമാണേലും കൊള്ളാം, കുടുംബപരമാണേലും കൊള്ളാം, സമൂഹപരമാണേലും കൊള്ളാം, സഭാപരമാണേലും കൊള്ളാം, കൂട്ടായ്മപരമാണേലും കൊള്ളാം. ഇന്നത്തെ വാഗ്ദത്ത വചനം വളരെ വ്യക്തമായി ഒന്നുകൂടെ സൂക്ഷിച്ച് വചനത്തിൽ നോക്കി വായിച്ചിട്ട് അവരോട് ചോദിക്കുക, ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ, ആരാധന കഴിയുമ്പോൾ ഈ വചനം പോലെ ഞാൻ ഫ്രീ ആകുന്നില്ല, ഞാൻ സന്തോഷത്തിലേക്ക് വരുന്നില്ല, എൻ്റെ ഉള്ളിൽ പ്രത്യാശ നിറയുന്നില്ല, ആത്മവിശ്വാസത്താൽ എനിക്ക് സ്തോത്രം പറയുവാൻ പറ്റുന്നില്ല. പകരം ഇപ്പോഴും ഞാൻ പഴയ നിരാശ, പഴയ പിറുപിറുപ്പ്, പഴയ സംശയം,
പഴയ പിന്മാറ്റം ഇതാണോ? അങ്ങനെയെങ്കിൽ ആ ചുവട് മാറണം, ആ യാത്ര നാം മാറണം. ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം ജീവിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ഒരു വിശ്വാസ ജീവിതം നയിപ്പാൻ ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ ധന്യമായ വചനം പറയുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായി ഭാരങ്ങളൊക്കെ ഏൽപ്പിക്കേണ്ടവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പൗലോസ് പറയുന്നത് പോലെ കർത്താവിൽ എപ്പോഴും സന്തോഷിച്ച് ദൈവകൃപയോടെ മുന്നേറുവാൻ ഇന്നത്തെ ദിനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജീവജലം ശ്രവിക്കുന്ന എല്ലാവരെയും ഒരുക്കട്ടെ. അതിന് ഈ വചനം നമ്മെ ഏവരെയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഏതുവിധ ഭാരങ്ങളും ഏറ്റെടുക്കുവാൻ, വഹിക്കുവാൻ പ്രാപ്തനായ കർത്താവ് ഞങ്ങളോട് പറയുന്നു, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക. അതിനെ നീ ചുമ്മേണ്ടതല്ല, ഞാൻ വഹിക്കേണ്ടതാണ്. ആകയാൽ ഞങ്ങൾ വചനപ്രകാരം ഞങ്ങളുടെ സങ്കടങ്ങളും ഭാരങ്ങളും വിഷമങ്ങളും തമ്പുരാന്റെ പാദാന്തികയെ വെച്ച് ഫ്രീ ആയി, സ്വസ്ഥമായി, സമാധാനമായി ദൈവകൃപയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെ ദിനമായി കർത്താവിനെ സേവിപ്പാനും സാക്ഷിപ്പാനും ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ നമ്മുടെ സകല ചിന്താകുലങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സന്തോഷത്തോടെ ഫ്രീ ആയി ദൈവകൃപയോടെ ഈ വിടുതലിന്റെ സാക്ഷ്യം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, സങ്കടത്തിലും വിഷമത്തിലും നിരാശയിലും ഇരിക്കുന്നവർക്ക് ഈ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഫോർമുല, അതെ 1 പത്രോസ് 5:7 ഇത് പറഞ്ഞുകൊടുത്ത് അവരെയും ഈ ധന്യമായ ജീവിതത്തിന്റെ ഉടമകളാക്കി യുഗായുഗങ്ങൾ കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ കർത്താവ് നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. കർത്താവിന്റെ കൃപയും സമാധാനവും നിങ്ങൾ ഏവരോടും കൂടെ ഇരിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.